ചരിത്ര പുസ്തകങ്ങൾ പലപ്പോഴും മറന്നുപോയ എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ഒരു അധ്യായമാണ് നീര ആര്യ. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ രക്ഷിക്കാൻ സ്വന്തം ഭർത്താവിനെ വധിക്കേണ്ടി വന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ധീര വനിത. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചാരപ്പണി നടത്തിയ നീര ആര്യയുടെ കഥയാണിത്. 1902 ഉത്തർപ്രദേശിലാണ് നീര ആര്യ ജനിച്ചത്. കൊൽക്കത്തയിലെ പഠനകാലത്താണ് രാജ്യസ്നേഹം അവരുടെ ഉള്ളിൽ കത്താൻ തുടങ്ങിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ആസാദ് ഹിന്ദ് ഫൗജിൽ നീര അംഗമായി. എന്നാൽ വിധി അവർക്കായി കരുതി വെച്ചത് വലിയൊരു പരീക്ഷണമായിരുന്നു. നീരയുടെ ഭർത്താവ് ശ്രീകാന്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിലെ ഒരു CID ഓഫീസറായിരുന്നു. രാജ്യം ഒരു വശത്തും കുടുംബം മറുവശത്തുമായി അവരുടെ ജീവിതം മാറി. ഒരു ഘട്ടത്തിൽ നേതാജിയെ വധിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ശ്രീകാന്തിന് ഉത്തരവ് നൽകി. ഈ വിവരമറിഞ്ഞ നീര ആര്യയ്ക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. തന്റെ നേതാവിനെയും രാജ്യത്തെയും രക്ഷിക്കാൻ അവർ സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊന്നു. ഈ സംഭവത്തിന് പിന്നാലെ ബ്രിട്ടീഷ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. നേതാജി എവിടെയുണ്ടെന്ന് വെളിപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. കൈകാലുകൾ ബന്ധിച്ച് ചുറ്റിക കൊണ്ട് അവരുടെ കാലുകൾ തകർത്തു. എന്നാൽ അതിനേക്കാൾ ഭീകരമായിരുന്നു പിന്നീട് നടന്നത്. നേതാജിയെക്കുറിച്ച് പറയാത്തതിനെ തുടർന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാർ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് അവരുടെ മാറിടം മുറിച്ചു മാറ്റി. ആ വേദനയിലും അവർ പറഞ്ഞത് ഒന്നേയുള്ളൂ: നേതാജി എന്റെ ഹൃദയത്തിലുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ജയിൽ മോചിതയായെങ്കിലും നീര ആര്യയുടെ ത്യാഗം പലരും തിരിച്ചറിഞ്ഞില്ല. ദാരിദ്ര്യത്തിലും അവഗണനയിലും കഴിഞ്ഞ അവർ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നു. ഇന്നും പല ചരിത്ര പുസ്തകങ്ങളിലും ഇടം പിടിക്കാത്ത ഈ ധീര വനിതയെ നാം ഓർക്കേണ്ടതുണ്ട്. ഭാരതത്തിന്റെ ഈ ധീരപുത്രിക്ക് നമ്മുടെ പ്രണാമം.